ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഒരു ഉലുവ ചീര കൊണ്ടുള്ള ഒരു പുട്ട്. അപ്പോൾ ഉലുവ നമുക്ക് ആരോഗ്യത്തിന് വളരെ ഉത്തമമാണ്. അപ്പോൾ നമുക്ക് കർക്കിടക മാസത്തിലെ ഉലുവ കഞ്ഞിയൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ കഞ്ഞിയൊക്കെ കുടിക്കാൻ മടിയുള്ളവർക്ക് നമുക്ക് ഈ രീതിയിൽ ഇത് ബ്രേക്ക്ഫാസ്റ്റായി ഉപയോഗിക്കാം, പുട്ട്. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് കാണാം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബെൽ ഐക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അതിലെ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനടി നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എങ്ങനെയെന്ന് കാണാം. അപ്പോൾ കർക്കിടക മാസത്തിൽ നമ്മൾ ഇലക്കറികൾ ഉപയോഗിക്കുന്നത് വളരെ ആരോഗ്യത്തിന് നല്ലതാണ്. പക്ഷേ മുരിങ്ങ ഇല മാത്രം ഈ ഒരു മാസത്തിൽ കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബാക്കി എല്ലാം ഭക്ഷണയോഗ്യമായ എല്ലാ ഇലകളും, പാലക്ക്, അതുപോലെ ഉലുവ ഇല, മത്തനില, അതൊക്കെ തന്നെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഉലുവ ഇല എടുത്തിട്ടുണ്ട്. ഇതിനെ നന്നായിട്ട് നമുക്ക് കഴുകിയെടുക്കാം. അപ്പോൾ ഇത് ഒരു 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കണം, കാരണം മണ്ണൊക്കെ കാണും. അപ്പോൾ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ഇതുപോലെ ഒരു പാത്രത്തിൽ എടുത്തു വയ്ക്കാം, വെള്ളം വാർന്നു പോകാനായി. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറ് എടുക്കാം. എന്നിട്ട് അതിന് ഞാൻ 1 കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് 1 കപ്പ് പൊടി ചേർത്ത് കൊടുത്തു. ഈ ഒരു 240 ml അളവ് കപ്പിൽ 1 കപ്പ് പൊടി ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന ഇല ചേർത്ത് കൊടുക്കാം, ഉലുവ ഇല. ഇനി നമുക്ക് ഒരല്പം ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടം ആണെങ്കിൽ ചേർത്താൽ മതി. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ നമുക്ക് ഈ അടപ്പ് അടച്ചിട്ട് ഒരു പ്രാവശ്യം ഒന്ന് കറക്കി എടുക്കാം. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലോട്ട്, ഞാനിപ്പോൾ പൊടിക്കുന്ന ജാറാണ് എടുത്തിരിക്കുന്നത്, മാവ് ചേർത്ത് കൊടുത്തു. 1 കപ്പ് മാവ്, പിന്നെ 1 പിടി ഇല, ഉലുവ ഇല, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തു, പിന്നെ ഒരല്പം ജീരകം. ഇനി നമുക്കിത് ഒന്ന് പൊടിച്ച് എടുക്കാം. അപ്പോൾ ഞാൻ 1-2 പ്രാവശ്യം ഞാൻ അടിച്ചെടുത്തു. ഇതുപോലെ ഇലകളൊക്കെ നന്നായിട്ട് അരഞ്ഞ് ചേർന്നിട്ടുണ്ട്. പക്ഷെ മാവിന് നനവ് പോരാ. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം, ഒരുപാട് കൂടി പോകരുത്, കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ അടിച്ച് നോക്കാം. ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ച് കൂടെ നനവായി, ഒരല്പം കൂടെ നനവ് വേണം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ചേർത്ത് ഒന്ന് കറക്കിയെടുക്കാം. വെള്ളം കൂടി പോകാതെ ശ്രദ്ധിക്കണം. ഇപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള നനവായിട്ടുണ്ട്. ഇങ്ങനെ എടുത്ത് നോക്കാം, എടുത്തിങ്ങനെ പിടിച്ച് നോക്കണം. എന്നിട്ട് നമുക്കിതുപോലെ പൊടിച്ച് ഇടാൻ പറ്റണം. നമ്മൾ സാധാരണ പുട്ടിന് കുഴയ്ക്കും പോലെ തന്നെ വെള്ളം കൂടി പോകാതെ ശ്രദ്ധിച്ച് കുഴച്ച് എടുക്കാം. അപ്പോൾ ഈ മാവ് കുറച്ച് സമയം ഇരിക്കുമ്പോൾ ഡ്രൈ ആയതുപോലെ തോന്നും. അപ്പോൾ നമുക്ക് ഒരല്പം വെള്ളം കൂടെ തളിച്ച് ഇങ്ങനെ കുഴച്ച് എടുക്കാം. സാധാരണ നമ്മൾ പുട്ടിന് കുഴയ്ക്കും പോലെ കുഴച്ചെടുക്കാം. വെള്ളം കൂടി പോകരുത്, എന്നാൽ കുറഞ്ഞു പോയാലും വേകാതെ ഇരിക്കും. അപ്പോൾ നമ്മൾ സാധാ പുട്ടിന് ചെയ്യും പോലെ തന്നെ ചെയ്തെടുക്കാം. കുറേ സമയം കഴിയുമ്പോൾ മാവൊന്ന് ഡ്രൈ ആയി വരും. അപ്പോൾ ഒരല്പം വെള്ളം കൂടെ ചേർത്തതുപോലെ നമുക്ക് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു പുട്ട് മേക്കറിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് സാധാരണ പുട്ട് ചെയ്യും പോലെ ചെയ്തെടുക്കാം.
ഇനി നമുക്കിത് കുക്കറിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കുക്കറിൻ്റെ നോസിൽ ഇത് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ അടുത്ത പ്രാവശ്യം വയ്ക്കുമ്പോഴും മാവ് കുറച്ച് ഡ്രൈ ആയിട്ടുണ്ടാകും. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുത്തിട്ട് നമ്മൾ ഇതിൽ ഫില്ല് ചെയ്യണം. അപ്പോൾ നമ്മളെ പുട്ട് റെഡി ആയിട്ടുണ്ട്. ആ ഇലയും കൂടെ ചേർന്ന് വേകുമ്പോൾ നല്ലൊരു മണമാണ്. അപ്പോൾ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.